So we'll see what is SVM. SVM is a simple supervised learning algorithm. That means we will be giving both the input and output. Okay. നമ്മൾ സാധാ സൂപ്പർവൈസ്ഡ് ലേണിംഗ് അൽഗോരിതംസിൽ ഇപ്പൊ നമ്മൾ ഏതാ നെവ് ബേസോ പിന്നെ നമ്മൾ ഏതാ ഡിസിഷൻ ട്രീ ഒക്കെ പറഞ്ഞപ്പോൾ നമ്മൾ ഇൻപുട്ടും എന്താന്ന് പറയും, ഔട്ട്പുട്ടും എന്താന്ന് പറയും. ഓക്കെ. അപ്പൊ അതുപോലെ തന്നെ ഈ കേസിൽ സപ്പോർട്ട് വെക്ടർ മെഷീൻ ആണെങ്കിൽ യു വിൽ ബി ഗിവൺ ബോത്ത് ദ ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട്, അല്ലെങ്കിൽ ട്രെയിനിങ് സെറ്റ് വിൽ ബി കണ്ടെയ്നിങ് ബോത്ത് ദ ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട്. സോ ഇറ്റ് ഇസ് ആൻ എക്സാമ്പിൾ ഫോർ എ supervised learning algorithm, and it is used for classification and regression. You can use SVM for both classification and regression. Okay. SVM finds a hyperplane that creates a boundary between the types of data. Slide visible alle? Yes, Miss. So SVM finds a hyperplane that creates a boundary between the types of data. അതായത് പറഞ്ഞല്ലോ, അതായത് ഇഫ് യു ആർ ഹാവിംഗ് ടു സെറ്റ്സ് ഓഫ് പോയിന്റ്സ്, ഇങ്ങനൊരു പോയിന്റ്സ് ഉണ്ടെങ്കിൽ ഈ ഒരു പ്ലെയിൻ അല്ലെങ്കിൽ ഈ ഒരു നമ്മൾ 2D ആണെങ്കിൽ ഇതൊരു ലൈൻ ആയിരിക്കും. ഞാൻ പറഞ്ഞല്ലോ ഹയർ ഡയമെൻഷൻ ആകുമ്പോൾ ഇതൊരു പ്ലെയിൻ. അപ്പൊ നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്ന ടേം ഹൈപ്പർ പ്ലെയിൻ എന്നുള്ള ടേമാണ്. ഓക്കെ. അപ്പൊ ഈ ഒരു ഹൈപ്പർ പ്ലെയിന്റെ ഇക്വേഷൻ അല്ലെങ്കിൽ ഈ ഹൈപ്പർ പ്ലെയിൻ ഏതാണെന്ന് ഐഡന്റിഫൈ ചെയ്യാണ് നമ്മുടെ മെയിൻ ഉദ്ദേശം. ഓക്കെ. അപ്പൊ ഹൈപ്പർ പ്ലെയിൻ ഇത് നമ്മുടെ ട്രെയിനിങ് സെറ്റ് ആണ്. അല്ലെങ്കിൽ ട്രെയിനിങ് ഡേറ്റയാണ്. ഇത് നമ്മുടെ എന്താ ഫുൾ സാമ്പിളോ യൂസ് ചെയ്ത് നമുക്ക് ട്രെയിൻ ചെയ്യാൻ ഒരിക്കലും പറ്റില്ല ഒരു മോഡലിനെ. നമുക്ക് ഫുൾ നമ്മുടെ എന്താ പോപ്പുലേഷനിലെ കുറച്ച് സാമ്പിൾ സെലക്ട് ചെയ്തിട്ടായിരിക്കും നമ്മൾ എപ്പോഴും ട്രെയിനിങ് ചെയ്യുക. അപ്പം ഒറിജിനൽ സാമ്പിൾ സെറ്റിൽ യു മേ ബി ഹാവിംഗ് സം അതർ ഡേറ്റ ഓൾസോ. ഇപ്പൊ ഇവിടെ ഒരെണ്ണം ഉണ്ടാവും, ഇവിടെ ഒരെണ്ണം ഉണ്ടാവും, ഇവിടെ ചിലപ്പോൾ ഒരു പ്ലസ് ഉണ്ടാവും. ഓക്കെ. അപ്പൊ നമ്മൾ ട്രെയിനിങ് സെറ്റ് വെച്ചിട്ട് മാക്സിമം ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു സെപ്പറേറ്റിംഗ് ലൈൻ അല്ലെങ്കിൽ ഒരു സെപ്പറേറ്റിംഗ് ഹൈപ്പർ പ്ലെയിൻ ഐഡന്റിഫൈ ചെയ്യണം. So that in future, if you are given some test data, you will be able to classify correctly. Okay. അപ്പൊ ഫ്യൂച്ചറിലും കറക്റ്റ് അല്ലെങ്കിൽ ടെസ്റ്റിംഗ് സെറ്റിലും കറക്റ്റ് ആയിട്ട് ക്ലാസിഫൈ ചെയ്യാൻ അല്ലെങ്കിൽ ഏറ്റവും അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ഒരു ഹൈപ്പർ പ്ലെയിൻ ഐഡന്റിഫൈ ചെയ്യുക എന്നുള്ളതാണ് SVM-ലെ മെയിൻ ടാസ്ക്. If once you have identified the hyperplane, you can identify which are the points above it and which are the points below it. അല്ലെങ്കിൽ അത് വെച്ചിട്ട് ക്ലാസ് A ഏതാണ് ക്ലാസ് B ഏതാണ് നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് ക്ലാസിഫൈ ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ. ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ട്. അപ്പൊ SVM-ലെ മെയിൻ അജണ്ട ഈസ് ടു ഫൈൻഡ് ദ ഇക്വേഷൻ ഫോർ ദിസ് ഹൈപ്പർപ്ലെയിൻ. ഓക്കെ. ഇപ്പൊ 2D ആണെങ്കിൽ ദാറ്റ് ഹൈപ്പർപ്ലെയിൻ വിൽ ബി എ ലൈൻ. 3D ആണെങ്കിൽ ഒരു പ്ലെയിൻ. അപ്പം ആ ഒരു ഹൈപ്പർപ്ലെയിനെ ഐഡന്റിഫൈ ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ മെയിൻ ടാർഗറ്റ്. ഓക്കെ. ഫോർ SVM. അപ്പം വൺസ് ഈ ഒരു ഹൈപ്പർപ്ലെയിൻ കിട്ടിയിട്ടുണ്ടെങ്കിൽ ഫ്യൂച്ചറിൽ നിങ്ങൾ ഒരു പോയിന്റ് പുതിയൊരു പോയിന്റ് കിട്ടി, ഇവിടെ ഒരു പോയിന്റ് കിട്ടിയെങ്കിൽ നിങ്ങൾ എന്ത് ചോദിക്കും, ഈ ഹൈപ്പർപ്ലെയിന്റെ മേളിലാണോ താഴെയാണോ പോയിന്റ് വന്നേക്കുന്നത് ചെക്ക് ചെയ്യും. And if it is above, it belongs to class A, and if it is below, it belongs to class B, and you will be able to classify. Okay. So our main aim is to identify which is the best separating hyperplane. ഈ രണ്ട് ക്ലാസ്സിനെയും കറക്റ്റ് ആയിട്ട് സെപ്പറേറ്റ് ചെയ്യുന്ന ബെസ്റ്റ് ഹൈപ്പർപ്ലെയിൻ ഏതാണ് ഐഡന്റിഫൈ ചെയ്യാന്നുള്ളതാണ് SVM-ന്റെ മെയിൻ അജണ്ട. Okay. So this is an example. Two sets of data you are having. എന്താ സ്ക്വയറും സർക്കിൾസും ഉണ്ട്. അപ്പം യു ആർ ഏബിൾ ടു ഡ്രോ n നമ്പർ ഓഫ് ഹൈപ്പർപ്ലെയിൻസ് അല്ലെ. ഇത് വെച്ചിട്ട് നിങ്ങൾക്ക് പല ഹൈപ്പർപ്ലെയിൻസ് ഈ വരച്ചേക്കുന്ന ലൈൻസ് എല്ലാം സെപ്പറേറ്റ് ദീസ് 1 into 2 അല്ലെ കറക്റ്റ് ആയിട്ട് ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. ഈ വരച്ചേക്കുന്ന എല്ലാ ലൈനും ഇതിൽ ഏത് ലൈൻ എടുത്താലും ഇറ്റ് കറക്റ്റ്ലി ക്ലാസിഫൈ ദിസ് സ്ക്വയർ ആൻഡ് സർക്കിൾ അല്ലെ. രണ്ട് ക്ലാസ് ആയിട്ട് കറക്റ്റ് ആയിട്ട് ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. Then which one is the best hyperplane that you have to identify. ഓക്കെ. അപ്പൊ കുറെ എണ്ണം നിങ്ങൾക്ക് വരയ്ക്കാം. അപ്പം ഇത് നമ്മുടെ ട്രെയിനിങ് സെറ്റ് മാത്രമാണ് നിങ്ങൾ ഓർക്കുക. ഓക്കെ. ഇത് ട്രെയിനിങ് സെറ്റ് മാത്രമാണ്. ഒറിജിനൽ പോപ്പുലേഷനിൽ നിന്ന് വേറെ ഒരെണ്ണം വരുമ്പോൾ മേ ബി ഇത് ഇവിടെ ആവാം, അല്ലെങ്കിൽ അത് ഒരു ഇവിടെ സർക്കിൾ ആവാം, എന്തും ആവാം. അപ്പൊ അത് ഏതാന്ന് നമുക്ക് അറിയില്ല. ബട്ട് അങ്ങനെ ഒരെണ്ണം വന്നാലും കറക്റ്റ് ആയിട്ട് ക്ലാസിഫൈ ചെയ്യാൻ പറ്റുന്ന ഹൈപ്പർപ്ലെയിൻ ഏതാന്ന് യു ഷുഡ് ബി ഏബിൾ ടു ഐഡന്റിഫൈ. അപ്പം ആ ഒരു ഹൈപ്പർപ്ലെയിൻ മാക്സ് which gives you maximum accuracy. ആ ഒരു ഹൈപ്പർപ്ലെയിൻ ഐഡന്റിഫൈ ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ടാസ്ക് അല്ലെങ്കിൽ SVM-ന്റെ മെയിൻ ടാസ്ക് is to identify the best separating hyperplane. Okay. So the main objective of SVM is to find a plane that has the maximum margin, that is the maximum distance between data points of both classes. Okay. അപ്പോൾ നമ്മൾ എപ്പോഴും ബെസ്റ്റ് ഹൈപ്പർപ്ലെയിൻ എന്ന് പറഞ്ഞത് the hyperplane which gives you the maximum margin. Okay. ഇനി what is margin means? മാർജിൻ എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുക? അതായത് നമ്മൾ ഈ പ്ലെയിൻ അല്ലെങ്കിൽ ഇതിന്റെ ഒരു എൻഡ് പോയിന്റിൽ കുറെ പോയിന്റ്സ് വരുമല്ലോ. ഇപ്പം ഈ ഒരു സ്ക്വയർ കൺസിഡർ ചെയ്യുന്നതിനേക്കാളും നമുക്ക് ഇമ്പോർട്ടൻസ് ഉണ്ട് ഈ ഒരു സ്ക്വയേഴ്സ് കൺസിഡർ ചെയ്യാൻ.
അല്ലെങ്കിൽ റെക്ടാങ്കിൾസ് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ അല്ലെ. അപ്പം ഇതാണ് ഒരു ബൗണ്ടറിയിൽ നിൽക്കുന്ന റെക്ടാങ്കിൾസ്, നമ്മുടെ ട്രെയിനിങ് സെറ്റിലുള്ള വാല്യൂസ്. ഓക്കെ, അതേപോലെ തന്നെ ഈ ഒരു സർക്കിളും ഉണ്ടല്ലോ. അപ്പം ഈ രണ്ട് എൻ പോയിന്റ്സിലുള്ള സാധനങ്ങൾ, ഇനിയിപ്പോ ഇവിടെ ഒരെണ്ണം ഉണ്ടായിരുന്നെങ്കിൽ ഐ വിൽ ബി ചൂസിങ് ഓൺലി ദാറ്റ് വൺ കേട്ടോ. ഇതും തമ്മിലുള്ള ഡിസ്റ്റൻസ് മാക്സിമൈസ് ചെയ്യുന്ന രീതിയിൽ അതിന്റെ കറക്റ്റ് മിഡിലിൽ കൂടെ നിങ്ങൾ ഒരു ഹൈപ്പർപ്ലെയിൻ വരയ്ക്കുകയാണെങ്കിൽ ദാറ്റ് വിൽ ബി ദ ഒപ്റ്റിമൽ ഹൈപ്പർപ്ലെയിൻ. ഓക്കെ, സോ ദ പ്ലെയിൻ ദാറ്റ് ഹാസ് ദ മാക്സിമം മാർജിൻ. മാക്സിമം മാർജിൻ എന്ന് പറഞ്ഞാൽ ഈ ടോട്ടൽ ഡിസ്റ്റൻസ് ആണ് ഈ രണ്ട് എൻ പോയിന്റിലും കിടക്കുന്ന ഈ പോയിന്റ്സ് തമ്മിലുള്ള ഡിസ്റ്റൻസ്. അത് ബൈ 2 രണ്ട് സൈഡിലേക്കും അത് ബൈ 2 ഡിസ്റ്റൻസ് തരുന്ന, ഇത് ടോട്ടൽ ഡിസ്റ്റൻസ് d ആണെങ്കിൽ ഇങ്ങോട്ടും d/2 ഇങ്ങോട്ടും d/2 തരുന്ന പ്ലെയിൻസിനെയാണ് വിൽ കോൾ ഇറ്റ് ആസ് optimal hyperplane, or the hyperplane which gives you the maximum margin are called optimal hyperplanes. പറയുന്ന മനസ്സിലാവുന്നുണ്ടോ? Is it okay? Shall I proceed? Yes, ma'am. Okay. So we'll see what are the terms associated with this one. Hyperplanes, these are the decision boundaries that help classify the data points. Okay, so this is an example for a hyperplane. ഈ ഒരു ലൈൻ 2D ആണെങ്കിൽ ഞാൻ പറഞ്ഞു you will be using അപ്പൊ അല്ലെങ്കിൽ R2 ആണെങ്കിൽ 2D സ്പേസിലാണെങ്കിൽ we will be using a line. A line is able to classify these into 2 sets. ഈ ഒരു ലൈൻ എടുക്കുവാണെങ്കിൽ അത് ഇപ്പൊ റെഡ് പോയിന്റ്സിനെല്ലാം ഒരു സൈഡിലും ഗ്രീൻ പോയിന്റ്സിനെല്ലാം അതർ സൈഡിലുമായിട്ട് വരുവാണെങ്കിൽ you are able to classify these points using this particular line. Okay, and if you are going to 3 dimension, it will be a plane. So plane example കാണിച്ചേക്കും. Okay, and the dimension of the hyperplane depends upon the number of features on your input. അല്ലെങ്കിൽ ട്രെയിനിങ് ഡേറ്റയിൽ നിങ്ങൾ എത്ര ഫീച്ചേഴ്സ് യൂസ്, ഇപ്പൊ 2 ഫീച്ചർ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇറ്റ് വിൽ ബി എ ലൈൻ. ഇപ്പൊ നമ്മൾ എക്സിലും വൈയിലും ഓരോ പോയിന്റ്സ്, ഇവിടെ ഒരു പോയിന്റ് x1 പ്ലോട്ട് ചെയ്യും, ഇങ്ങോട്ട് x2 പ്ലോട്ട് ചെയ്യും. സോ ആ കേസിൽ നമുക്ക് 2D ആയിരിക്കും. ഇനി അല്ല 3 ഫീച്ചേഴ്സ് നിങ്ങൾ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ദാറ്റ് വിൽ ബി 3D. സോ നിങ്ങളുടെ ഫീച്ചേഴ്സ് ഇൻക്രീസ് ചെയ്യുന്ന അനുസരിച്ച് ഡയമെൻഷൻസ് കൂടിക്കൊണ്ടേയിരിക്കും. ഓക്കെ, അപ്പം ഡയമെൻഷൻ ഡിറ്റർമൈൻ ചെയ്യുന്ന സാധനം നമ്പർ ഓഫ് ഫീച്ചേഴ്സ് ആണ്. Then the main term support vectors. നമ്മൾ സപ്പോർട്ട് വെക്ടർ മെഷീൻസ് ആണ് ഇതിനെ അൽഗോരിതത്തിനെ തന്നെ പറയുന്നത്. സോ വാട്ട് ആർ സപ്പോർട്ട് വെക്ടേഴ്സ്? Okay, for support vectors, we want to draw the hyperplane which gives you the maximum margin. A margin draw cheyanayittu nammal use cheyda korchu data points undallo. Okay, data points nu parnal training set il thanne ningade ee margin il vannu nikkunna points undallo. Adayithu ee oru point, ee oru point, ee oru point, ഇതിനെ യൂസ് ചെയ്തല്ലേ നമ്മൾ മാർജിൻ ഡിഫൈൻ ചെയ്തത്. ഓക്കെ, സോ ദീസ് പോയിന്റ്സ് ആർ കോൾഡ് ദി സപ്പോർട്ട് വെക്ടേഴ്സ്. ഓക്കെ, സപ്പോർട്ട് വെക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ? ഡേറ്റ പോയിന്റ്സ് ദാറ്റ് ആർ ക്ലോസർ ടു ദ ഹൈപ്പർപ്ലെയിൻ ആൻഡ് ഇൻഫ്ലുവൻസ് ദ പൊസിഷൻ ആൻഡ് ഓറിയന്റേഷൻ ഓഫ് ദി ഹൈപ്പർപ്ലെയിൻ. ഈ ഹൈപ്പർപ്ലെയിനോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന ഡേറ്റ പോയിന്റ്സ് അല്ലെങ്കിൽ ഈ ഒരു ബൗണ്ടറിയിൽ വരുന്ന ഡേറ്റ പോയിന്റ്സ് എന്ന് പറഞ്ഞാൽ ഓർക്കുക, ഇത് നമ്മുടെ ട്രെയിനിങ് സെറ്റിലുള്ള ഓരോ സെറ്റാണ്. അതായത് ഇത് മേ ബി 2, 3 എന്നൊരു പോയിന്റ് ആയിരിക്കാം. ഓക്കെ, അതായത് x1ന്റെ വാല്യൂ 2, x3യുടെ വാല്യൂ 3 ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ് ഇത്. സെയിം വേ ദിസ് മേ ബി 2, 8. ഞാൻ ചുമ്മാ എക്സാമ്പിൾ പറയുന്നതാണ് കേട്ടോ. അപ്പം ഇത് ഡേറ്റ പോയിന്റ്സ് ആണ്, അതായത് നമ്മുടെ ഇൻപുട്ട് ഡേറ്റ സെറ്റിലുള്ള വാല്യൂസ് ആണ് ഇത്. അപ്പം ഈ ഫീച്ചേഴ്സ് അല്ലെങ്കിൽ ഈ സപ്പോർട്ട് വെക്ടേഴ്സിനെ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ഹൈപ്പർപ്ലെയിൻ എവിടെ വരണമെന്ന് തീരുമാനിക്കുന്നത്. ഓക്കെ, so these are the points that help us build our support vector machine. Support vector machine the main aim is to identify the bus separating hyperplane. And who helps to identify the bus supporting hyperplane? These support vectors. Appo namukku support vector machine problem solve cheyyumbom namukku main importance ullathu eppozhum ee support vector aayittu varuna points allengil ee boundary il varuna points nu maatrana eppozhum nammal calculation il use cheyyuna points. Okay, so what are support vectors? Support vectors എന്ന് പറഞ്ഞാൽ എന്താ? These are the points which are most close, അല്ലെങ്കിൽ which are closer to your hyperplane. Okay. So these support vector machines, it is used for the classification of both linear and non-linear data. നമ്മൾ പറഞ്ഞു ഇതൊക്കെ linear data example. That means you are able to classify them using, you are able to separate them using a straight line.
അല്ലെങ്കിൽ ഒരു പ്ലെയിൻ യൂസ് ചെയ്ത് നിങ്ങൾക്ക് സെപ്പറേറ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ അത് ലീനിയർ ഡേറ്റ ആണ്. ബട്ട് യൂസിങ് SVM യു ക്യാൻ ക്ലാസിഫൈ ബോത്ത് ലീനിയർ ആൻഡ് നോൺ ലീനിയർ ഡേറ്റ. ഓക്കെ, അപ്പൊ ലീനിയർ മാത്രമല്ല നോൺ ലീനിയർ ഡേറ്റയും ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. Okay, and how this one works it uses a non-linear mapping to transform the original training data into a higher dimension. This non-linear data case is this mapping. That original data or higher dimension like map. With this new dimension, it searches for the linear optimal separating hyperplane. With an appropriate non-linear mapping to a sufficiently high dimension, data from two classes can always be separated by a hyperplane. That non-linear data is higher dimension like transform the session, we will identify the best separating hyperplane, and hyperplane will be identified using the help of support vectors. Okay, so we'll see in detail. And what are the advantages and disadvantages? Disadvantage means training time of even the fastest SVMs can be extremely slow, or it is very time consuming algorithms. Okay, compared to the other ones, these algorithms are slow. And advantages, they are highly accurate, able to model complex non-linear decision boundaries. Non-linear decision boundaries are SVM which you can identify. Much less prone to overfitting than other methods. The support vectors found also provide a compact description of the learned model. SVM can be used for prediction as well as classification. Applications are handwritten digit recognition, object recognition, speaker identification, benchmark time series. These all are examples of SVM. Okay, so SVM, as we have said, two types under the linear SVM and non-linear. All the SVMs which are used for separating linear data as well as non-linear data. Okay, so first we will see what the SVM, how the SVM works when the data are linearly separable. Okay, data linearly separable ആണെങ്കിൽ ഉള്ള കേസ് ആണ് നമ്മൾ ഫസ്റ്റ് ഡിസ്കസ് ചെയ്യുന്നത്. Is it okay to now? അതായത് ഇതുവരെ ഞാൻ പറഞ്ഞത് അതിന്റെ ബേസിക്സ് ആണ് ഇതുവരെ ഡിസ്ക്രൈബ് ചെയ്തത്. അത്രയും ക്ലിയർ ആവുന്നുണ്ടോ? എന്താണ് SVM? Okay, Anush. Okay. So when the data are linearly separable, let the data D be given. You will be given ഇതാണ് നിങ്ങളുടെ data points. അതായത് x1 എന്നുള്ളത് ഫീച്ചർ വെക്ടർ ആണ്. Yeah, x1 is your feature vector, y1 x1 ന് corresponding ആയുള്ള ഔട്ട്പുട്ട് ക്ലാസ് ആണ് y1. Again x2 second row എടുക്കുകയാണെങ്കിൽ x2 y2 അങ്ങനെ നമ്മുടെ ട്രെയിനിങ് ഡാറ്റ ആണ് ഈ തന്നിട്ടുള്ളത്. Then each yi can take one of the two values, either +1 or -1. അതായത് നമ്മുടെ ഔട്ട്പുട്ട് ക്ലാസ് എന്ന് പറയുന്നത് അതായത് y1 എന്നുള്ള ഒന്നെങ്കിൽ +1 അല്ലെങ്കിൽ -1 ആയിരിക്കും എപ്പോഴും ഔട്ട്പുട്ട് കേട്ടോ. അതായത് നമ്മൾ yes or no പറഞ്ഞ പോലെ +1 ആണെങ്കിൽ yes, -1 ആണെങ്കിൽ no എന്ന് നിങ്ങൾക്ക് അസ്യൂം ചെയ്യാം. Okay, so output എന്ന് പറഞ്ഞാൽ either +1 or -1 ആയിരിക്കും. Okay, and it is corresponding to the classes. ഇതൊരു എക്സാമ്പിൾ പറയുന്നതാണ്. ബൈസ് കമ്പ്യൂട്ടർ ഈക്വൽ ടു എസ് ആണെങ്കിൽ +1, നോ ആണെങ്കിൽ -1 നമ്മൾ എടുക്കാൻ വേണ്ടി. Okay, so the 2D data are linearly separable because a straight line can be drawn to separate all the tuples of class +1 from all the tuples of class -1. Okay, so ഈ ഒരു എക്സാമ്പിൾ വെച്ചിട്ടാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇതിനകത്ത് ഡാറ്റ ലീനിയർലി സെപ്പറബിൾ ആണ്. കാരണം എന്താ, ഒരു ഹൈപ്പർ പ്ലെയിൻ യൂസ് ചെയ്ത് അല്ലെങ്കിൽ ഒരു ലൈൻ നിങ്ങൾ ഡ്രോ ചെയ്യുവാണെങ്കിൽ എല്ലാ പോയിന്റ്സും +1 പോയിന്റ്സ് എല്ലാം ഒരു സൈഡിലും -1 പോയിന്റ്സ് എല്ലാം അതർ സൈഡിലും വരുന്ന രീതിയിൽ നിങ്ങൾക്ക് ഒരു ലൈൻ ഡ്രോ ചെയ്യാൻ പറ്റും. സോ ദീസ് ഡാറ്റ ആർ ലീനിയർലി സെപ്പറബിൾ. Then there are infinite number of separating lines that could be drawn. ഈ സെപ്പറേറ്റിംഗ് ലൈൻസ് അതായത് ഈ കാണിച്ചേക്കുന്ന ലൈൻസ് എല്ലാം എന്താ separates these two data points into two different classes. Okay, അപ്പോൾ ഇതിൽ ഏത് വേണമെങ്കിലും നിങ്ങളുടെ ഹൈപ്പർ പ്ലെയിൻ ആവാം. You have to identify the optimal hyperplane. So we want to find the best one, that is one that will have the minimum classification error on previously unseen tuples. അതായത് നമ്മുടെ ട്രെയിനിങ് സെറ്റ് ഇല്ലാത്ത പുതിയൊരു ട്യൂപ്പിൾ വന്നു കഴിഞ്ഞാൽ അതിനെ കറക്റ്റ് ആയിട്ട് ക്ലാസിഫൈ. അപ്പം അങ്ങനെ എത്ര എണ്ണം വരുന്നത് അതനുസരിച്ച് അക്യുറസി ഏറ്റവും ബെസ്റ്റ് ആയിട്ട് തരുന്നത് ഏത് ലൈൻ ആണെന്ന് യു ഹാവ് ടു ഐഡന്റിഫൈ. Okay, if our data were 3D, we would want to find the best separating plane.
ഓക്കെ, അതായത് 3D ആണെങ്കിൽ അത് പ്ലെയിൻ ആവും, 2D ആണെങ്കിൽ അതൊരു ലൈൻ ആയിരിക്കും. സോ n ഡയമെൻഷൻസ് പറയുകയാണെങ്കിൽ വി വാണ്ട് ടു ഫൈൻഡ് ദ ബെസ്റ്റ് ഹൈപ്പർ പ്ലെയിൻ. സോ ഇതാണ് നമ്മൾ മാർജിന്റെ കേസ് പറഞ്ഞത്. ഈ കേസിൽ ഈ സപ്പോർട്ട് വെക്ടേഴ്സ് ഈ പറയുന്നത്, ദിസ് ഈസ് ആൻ എക്സാമ്പിൾ ഫോർ എ സപ്പോർട്ട് വെക്ടർ, ദിസ് ഈസ് അനദർ സപ്പോർട്ട് വെക്ടർ. ഈ ട്രെയിനിങ് സെറ്റിലെ 2 സപ്പോർട്ട് വെക്ടേഴ്സ് ആണത്. അപ്പൊ ഈ ഒരു സപ്പോർട്ട് വെക്ടറിൽ കൂടി പാസ് ചെയ്യുന്നതാണ് ഫസ്റ്റ് മാർജിൻ, ദിസ് ഈസ് യുവർ സെക്കൻഡ് മാർജിൻ. സോ ഇത് രണ്ടും തമ്മിലുള്ള ഡിസ്റ്റൻസ് സ്മോൾ ആണെങ്കിൽ ഇതൊരു സ്മോൾ മാർജിൻ എക്സാമ്പിൾ. അതായത് ഇത് തമ്മിലുള്ള ഡിസ്റ്റൻസ് ചെറുതാ. ഇപ്പൊ D1 എടുക്കുക, D1 എന്നുള്ളത് ഒരു ചെറിയ വാല്യൂ ആണ്. സെയിം വേ ദിസ് ഈസ് ആൻ എക്സാമ്പിൾ ഫോർ a large margin. ഇപ്പൊ D2 എടുക്കുവാണെങ്കിൽ you know D1 is always less than D2 നമുക്ക് പറയാം. D1 ആദ്യത്തെ ഫിഗറിലാണ്. അപ്പം this is an example for a large margin. ഓക്കെ, അപ്പൊ ഇത് ലാർജ് മാർജിൻ ആണ്, ഇത് സ്മോൾ മാർജിൻ എക്സാമ്പിൾ. SVM searches for the maximum marginal hyperplane. അപ്പം ഈ ഒരു മാർജിൻ മാക്സിമൈസ് ചെയ്യുന്ന ഹൈപ്പർ പ്ലെയിൻ ഇതാണ് കേട്ടോ നിങ്ങളുടെ ഹൈപ്പർ പ്ലെയിൻ. ഈ നടുക്കോടെയുള്ള ലൈൻ ആണ് നിങ്ങളുടെ ഹൈപ്പർ പ്ലെയിൻ എങ്കിൽ ഈ ഒരു മാർജിൻ മാക്സിമൈസ് ചെയ്യുന്ന ഹൈപ്പർ പ്ലെയിൻ ആണ് SVM ഐഡന്റിഫൈ ചെയ്യേണ്ടത്. ഓക്കെ, സോ SVM searches for the maximum marginal hyperplane. The associated margin gives the largest separation between classes. അതായത് ഈ ക്ലാസ്സസ് തമ്മിൽ മാക്സിമം എത്രമാത്രം സെപ്പറേറ്റ് ചെയ്ത് വെക്കാവോ അത്രയും സെപ്പറേറ്റ് ചെയ്ത് വെക്കാനാണ് നമ്മൾ നോക്കുക. The shortest distance from a hyperplane to one side of its margin is equal to the shortest distance from the hyperplane to the other side. അതായത് ഈ രണ്ട് ഡിസ്റ്റൻസും ഈക്വൽ ആയിരിക്കണം. If this is x1 and this is x2, x1 should be equal to x2. ഈ രണ്ട് മാർജിൻസ്, അതായത് ഈ രണ്ട് ബൗണ്ടറിയുടെ കറക്റ്റ് നടുക്കോടെ പോകുന്ന ഹൈപ്പർപ്ലെയിൻ ആണ് ബസ് സെപ്പറേറ്റിംഗ് ഹൈപ്പർപ്ലെയിൻ. So margin is the shortest distance from the MMH to the closest training tuple of either class. അതായത് മാക്സിമം മാർജിൻ ഹൈപ്പർപ്ലെയിനിൽ നിന്ന് ഇതാണ് ഈ ട്യൂപ്പിളിലേക്കുള്ളതാണ് ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് അല്ലെ. ഈ ഒരു ലൈൻ സൈഡിലേക്ക് നോക്കുവാണെങ്കിൽ ഈ ട്യൂപ്പിളിലേക്കുള്ള ഡിസ്റ്റൻസ് ആണോ ഈ ട്യൂപ്പിളിലേക്കുള്ള ഡിസ്റ്റൻസ് ആയിരിക്കുമോ കൂടുതൽ? ദിസ് വൺ വിൽ ബി ദ ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ്. അപ്പം ഏറ്റവും നിയറസ്റ്റ് ആയിട്ടുള്ള എന്താ ഡാറ്റാ പോയിന്റിലേക്കുള്ള ആ ഒരു ഡിസ്റ്റൻസിനെയാണ് നമ്മൾ മാർജിൻ എന്ന് കോൾ ചെയ്യുന്നത്. So any training tuple that falls on hyperplanes H1 or H2 satisfy equation and are called സപ്പോർട്ട് വെക്ടേഴ്സ്. ഓക്കെ, അപ്പം ഞാൻ ഓൾറെഡി പറഞ്ഞാണ് ഈ ഒരു പോയിന്റ്സ് അല്ലെങ്കിൽ ഈ ഒരു മാർജിനിൽ അല്ലെങ്കിൽ ഈ ബൗണ്ടറിയിൽ വരുന്ന പോയിന്റ്സിനെയാണ് നമ്മൾ സപ്പോർട്ട് വെക്ടേഴ്സ് എന്ന് കോൾ ചെയ്യുക. Support vectors are the most difficult tuples to classify and give the most information regarding classification. Next we will derive the equation for hyperplane അല്ലെങ്കിൽ ഹൈപ്പർപ്ലെയിൻ എങ്ങനെയാണ് ഐഡന്റിഫൈ ചെയ്യേണ്ടത്, ഇതിന്റെ ഇക്വേഷൻ എങ്ങനെയാണെന്നുള്ളതാണ് നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാം. Okay, so we will see the equations for the hyperplane. So this is the നമ്മൾ ലൈനിന്റെ ഇക്വേഷൻ എങ്ങനെ പറയാം? What is the equation for a line? Y equal to mx plus b I can say അല്ലേ? ഈ ഒരു ഫോമിലായിരിക്കും റെപ്രസെന്റ് ചെയ്യുക. സെയിം വേ ഒരു ഹൈപ്പർപ്ലെയിന്റെ ഇക്വേഷൻ, ഹൈപ്പർപ്ലെയിൻ എന്നുള്ളത് ഏത് ഡയമെൻഷൻ ആണെന്ന് സ്പെസിഫൈ ചെയ്തില്ല, ഏത് ഡയമെൻഷൻ ആണെങ്കിലും ഇറ്റ് വിൽ ബി ഇൻ ദ ഫോം wx plus b equal to 0. Okay, w dot x plus b equal to 0, where w എന്ന് പറയുന്നത് weight vector ആണ്. Okay, equal to w1 w2 up to etc wn. Okay, ഇതിൽ n എന്നുള്ളത് നമ്പർ ഓഫ് ആട്രിബ്യൂട്ട്സ് ആണ്. Okay, അതായത് നമ്മുടെ ഫീച്ചർ സെറ്റ്സ് ആണ് ഈ പറയുന്ന w1 w2 up to wn എന്ന് പറയുന്നത്. And b is a scalar, sorry ഫീച്ചർ സെറ്റ് അല്ല, ഫീച്ചർ സെറ്റിന്റെ കൗണ്ട് ആണ് W n എന്നുള്ളത്. ഈ വെയിറ്റ് വെക്ടേഴ്സ് w1 w2 up to wn ആണ് നമുക്ക് ആക്ച്വലി കണ്ടുപിടിക്കേണ്ട വാല്യൂസ്. ഓക്കെ, സോ wx പ്ലസ് ബിയിലെ w എന്താന്നുള്ളതാണ് നമുക്ക് ഐഡന്റിഫൈ ചെയ്യുക.
ആൻഡ് ദ നമ്പർ ഓഫ് ഡയമെൻഷൻ അല്ലെങ്കിൽ ഡബ്ല്യൂന്റെ സൈസ് എന്നുള്ളത് ഒരു വെക്ടർ ആണ്. ആ വെക്ടറിന്റെ സൈസ് എന്നുള്ളത് അപ് ടു n വരെ ആയിരിക്കും, വേർ n ഈസ് ദി നമ്പർ ഓഫ് ഫീച്ചേഴ്സ് ഇൻ യുവർ ട്രെയിനിങ് ഡാറ്റ സെറ്റ്. ഇനി ബി എന്നുള്ളത് ഒരു സ്കെയിലർ അല്ലെങ്കിൽ ഒരു ബയാസ് വാല്യൂ ആണ് ബി എന്നുള്ളത്. So support vector machines, consider the training tuples are 2D. Example, x equal to x1, x2, where x1 and x2 are the values of attributes a1, a2 respectively. For നമ്മുടെ എക്സാമ്പിൾ ആണ് പറയാ, ഒരു 2 ഫീച്ചേഴ്സ് ഉള്ള ഒരു ട്രെയിനിങ് സെറ്റ് നമ്മൾ കൺസിഡർ ചെയ്യാണ്. അതിൽ x എന്നുള്ളത് x1 ഉം x2 ആണ്. Okay, then if you think of b as an additional weight w0, we can rewrite the above separating hypothesis. നമ്മൾ പറഞ്ഞ എന്താ, wx പ്ലസ് ബി എന്നുള്ള ഫോമിലല്ലേ പറഞ്ഞത്. ഞാൻ ഡബ്ല്യുവിനെ എക്സ്പാൻഡ് ചെയ്തു. അപ്പൊ w1x1 പ്ലസ് w2x2 എന്ന് പറഞ്ഞു. ഇനി ബയാസിന് പകരം ഞാൻ w0 എന്നുള്ള ടേം യൂസ് ചെയ്യുകയാണെങ്കിൽ ഇറ്റ് വിൽ ബി w0 പ്ലസ് w1x1 പ്ലസ് w2x2 ഈക്വൽ ടു 0 എന്നുള്ള ഫോമിൽ കിട്ടും. ഓക്കെ, സോ ദിസ് ഈസ് യുവർ ഇക്വേഷൻ ഫോർ യുവർ ഹൈപ്പർപ്ലെയിൻ. ഹൈപ്പർപ്ലെയിനിന്റെ ഇക്വേഷൻ ആണ് ഇത്. ആൻഡ് the weights can be adjusted so that the hyperplanes defines the sides of the margin can be written as w0 plus w1x1 plus w2x2 greater than or equal to 1 for yi equal to plus 1, and w0 plus w1x1 plus w2x2 less than or equal to minus 1 for yi equal to minus 1. ഇത് yi യുടെ ഇക്വേഷൻ ആണിത്. അപ്പൊ പ്ലസ് 1 ആണെങ്കിൽ അല്ലെങ്കിൽ yi plus 1 ആണ് ഔട്ട്പുട്ട് എങ്കിൽ this one will be positive, and if it is minus 1 ആണെങ്കിൽ this one will be negative, less than or equal to minus 1 ആയിരിക്കും. അതായത് ഈ ഒരു പോയിന്റ്സ് എടുക്കുവാണെങ്കിൽ ഇതിന്റെ കാര്യം ഒരെണ്ണം ഇതിന്റെ കാര്യം ഒരെണ്ണം ഇതിന്റെ കാര്യം പറയാം. അപ്പൊ ഇങ്ങോട്ടുള്ള പോയിന്റ്സ് എല്ലാം +1 ഉം ഇങ്ങോട്ടുള്ള പോയിന്റ്സ് എല്ലാം -1 അല്ല. അപ്പൊ ഈ ഹൈപ്പർ പ്ലെയിനിൽ താഴെയുള്ള അല്ലെങ്കിൽ ഇതിന്റെ ഒരു ഇക്വേഷൻ ആണ് -1. ഇത് -1 എന്താ wx പ്ലസ് ബി ഈക്വൽ ടു -1 ഉള്ളതാണ് ഈ ഒരു ലൈൻ. ഓക്കെ, ഇതാണെങ്കിലോ wx പ്ലസ് ബി ഈക്വൽ ടു +1 തരുന്ന ഒരു ലൈനാണ് ഈ ഒരു ലൈൻ. അപ്പൊ ഇങ്ങോട്ടുള്ള പോയിന്റ്സ് എല്ലാം ഇതിനേക്കാൾ കൂടുതലും അല്ലെങ്കിൽ ഈ ഒരു ക്ലാസ്സിൽ വരുന്ന പോയിന്റ്സ് എല്ലാം +1 ക്ലാസ്സിൽ വരുന്ന പോയിന്റ്സ് എല്ലാം ഈ ഒരു വാല്യൂവിൽ ഗ്രേറ്ററും -1 വരുന്ന പോയിന്റ്സ് എല്ലാം ഈ ഒരു വാല്യൂവിൽ ലെസറും ആയിരിക്കും എന്നാണ് പറയുന്നത്. So that is any tuple that falls on or above h1 belongs to class +1, and any tuple that falls below or h2 ന് താഴെ വരുന്നതല്ല -1ലേക്കും. സോ ഇതാണ് നമ്മുടെ h1 ഉം h2. This is your h1 and this is your h2. Okay, ഈ രണ്ട് ഇൻഇക്വാളിറ്റീസും കൂടെ കമ്പൈൻ ചെയ്യുമ്പോൾ യു ക്യാൻ റൈറ്റ്, ഇപ്പൊ ഇതിനൊരു yi വെച്ച് മൾട്ടിപ്ലൈ ചെയ്താൽ yi ഇൻറ്റു w0 പ്ലസ് w1x1 പ്ലസ് w2x2 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1 ഫോർ ഓൾ i. ഓക്കെ, അപ്പൊ ഫസ്റ്റ് കേസിൽ നോക്കി ഇത് +1 ആയാലും yi വെച്ച് മൾട്ടിപ്ലൈ ചെയ്താലും ഡിഫറൻസ് ഒന്നുമില്ല. സെക്കൻഡ് കേസിൽ നമ്മൾ ഈ -1 വെച്ച് മൾട്ടിപ്ലൈ ചെയ്തപ്പം ഈ സൈൻ ഓപ്പോസിറ്റ് ആക്കി. ഓക്കെ, സോ എന്ത് വരും, w0 പ്ലസ് w1x1 പ്ലസ് w2x2 into yi will be greater than or equal to, പിന്നെ -1 into -1 വരുമ്പോൾ +1 വരും. സോ ഈ രണ്ട് ഇക്വേഷനെയും കൂടെ കമ്പൈൻ ചെയ്ത് ഒരു സിംഗിൾ ഇക്വേഷൻ ആയിട്ട് we can write yi into w0 plus w1x1 plus w2x2 greater than or equal to 1 for all I. Okay, then in vector representation equation of hyperplane, w transpose x plus b equal to 1, where w is a vector perpendicular to the hyperplane and w0 denotes the position of hyperplane in the d-dimensional space. അതായത് നമുക്ക് ഇതിനെ ഒരു എന്താ വെക്ടർ റെപ്രസെന്റേഷൻ വെച്ച് എഴുതുവാണെങ്കിൽ നമ്മൾ ഇപ്പൊ പറഞ്ഞ ഇക്വേഷൻ ഐ ക്യാൻ റൈറ്റ് ഇൻ ദിസ് ഫോം, w ട്രാൻസ്പോസ് പ്ലസ് എക്സ് പ്ലസ് ബി ഈക്വൽ ടു 1 എന്നുള്ള ഫോമിൽ ഐ ക്യാൻ റൈറ്റ്. ഓക്കെ, ഈ കേസിൽ നമ്മൾ കൺസിഡർ ചെയ്യുന്നത് w എന്നുള്ളത് ഒരു വെക്ടർ, അതായത് ഈ ഒരു ഇതിനോട് പെർപെൻഡിക്കുലർ, നമ്മുടെ ഹൈപ്പർ പ്ലെയിനോട് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ഒരു വെക്ടർ ആണ് w നമ്മൾ അസ്യൂം ചെയ്യാം. ഓക്കെ, സോ അത് വെച്ചിട്ട് വി ക്യാൻ റൈറ്റ് w ട്രാൻസ്പോസ് എക്സ് പ്ലസ് ബി ഈക്വൽ ടു 1 and w0 denotes the position of the hyperplane in the d-dimensional space. അപ്പം ഈ ഒരു ഇതിന്റെ ഒരു പൊസിഷൻ, ഈ d-dimensional സ്പേസിൽ ഈ ഒരു ഹൈപ്പർപ്ലെയിന്റെ പൊസിഷനാണ് w0 ഇൻഡിക്കേറ്റ് ചെയ്യുക.
ഓക്കെ. സോ y ഇൻറ്റു w ഡോട്ട് എക്സ് പ്ലസ് ബി ഈക്വൽ ടു 1 എന്നുള്ളത് ആൻഡ് മാർജിൻ കമ്പ്യൂട്ടിംഗ് ഇതിന്റെ ഒരു ഡീറ്റെയിൽഡ് ഡെറിവേഷൻ ഉണ്ട്. ഞാൻ അത്രയും ഡീറ്റെയിൽസിലേക്ക് പോയിട്ടില്ല കേട്ടോ. ഡീറ്റെയിൽഡ് ഡെറിവേഷൻ വേറെ ഉണ്ട്. നമ്മളിപ്പോൾ അത്രയും അത് പറയാൻ പോയാൽ കുറച്ചധികം പറയാനുണ്ട്. സോ ജസ്റ്റ് വി വിൽ സി ഇത് ഫൈനലി നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ യു വിൽ ഗെറ്റ് ദ ഡിസ്റ്റൻസ് അല്ലെങ്കിൽ മാർജിൻ എം എന്നുള്ള വാല്യൂ. എം എന്നുള്ളത് ഞാൻ പറഞ്ഞല്ലോ ഈ ഒരു ഡിസ്റ്റൻസ് ആണ് എം എന്നുള്ളത് കേട്ടോ. ദിസ് യു ക്യാൻ ഡിറൈവ് ഇറ്റ് as 2/w എന്നുള്ള ഫോമിൽ നിങ്ങൾക്ക് ഡിറൈവ് ചെയ്തെടുക്കാൻ പറ്റും. ഓക്കെ. വേർ w ഞാൻ പറഞ്ഞല്ലോ ഇറ്റ് ഈസ് എ വെക്ടർ പെർപെൻഡിക്കുലർ ടു ദിസ് വൺ. അപ്പൊ അതിന്റെ എന്താ അബ്സല്യൂട്ട് വാല്യൂ മാത്രമേ എടുക്കുന്നുള്ളൂ നമ്മൾ. സോ 2/w എന്നുള്ള ഫോമിൽ യു വിൽ ബി ഗെറ്റിംഗ് ഇറ്റ്. So this is your equation for your margin. So ഇനി കുറച്ചും കൂടി നമ്മൾ കൺക്ലൂഡ് ചെയ്യുകയാണെങ്കിൽ ഒബ്ജക്റ്റീവ് ഓഫ് SVM is to maximize the width of the separation gap അല്ലെങ്കിൽ മാർജിൻ മാക്സിമൈസ് ചെയ്യുക എന്നുള്ളതാണ്. ടു മാക്സിമൈസ് 2/w അതായത് 2/w ആണ് നമുക്ക് മാക്സിമൈസ് ചെയ്യേണ്ട വാല്യൂ. അതിനെയാണ് നമ്മൾ 2/w മാക്സിമൈസ് ചെയ്യണമെങ്കിൽ എന്താണ് ഈ w-നെ മിനിമൈസ് ചെയ്താണ്. ഓക്കെ. സെയിം ആസ് മിനിമൈസിങ് w which is same as minimizing w. സോ അതായത് നമുക്ക് ഇക്വേഷൻ കുറച്ചും കൂടി സിംപ്ലർ ആക്കാൻ വേണ്ടി നമ്മൾ അതിനെ വേറൊരു ഫോമിലേക്ക് കൺവേർട്ട് ചെയ്തു എന്നേ ഉള്ളൂ. സോ മിനിമൈസ് ഹാഫ് w. ഇത്രയൊക്കെ പാടാണെങ്കിൽ ഇത്ര എഴുതിയില്ലേലും കുഴപ്പമില്ല. യു ക്യാൻ ഇവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യാം കേട്ടോ. 2/w ആണ് സെപ്പറേറ്റിംഗ് പോയിന്റ് ഇക്വേഷൻ ആൻഡ് wx plus b is your this is your equation for the separating plane and where w അല്ലെങ്കിൽ മാർജിൻ ഈക്വൽ ടു 2/w ആയിരിക്കും എന്ന് എഴുതുന്നുണ്ട്. Okay. So that's regarding SPM when the data are linearly separable. Linearly separable ആണെങ്കിൽ അപ്പം ഈ ഒരു ഫോമിൽ നിങ്ങൾക്ക് ഈ w-ന്റെ പോലെ ഇക്വേഷൻ ഐഡന്റിഫൈ ചെയ്യാം. When the data are not linearly separable അല്ലെങ്കിൽ നോൺ ലീനിയർ ഡേറ്റയുടെ കേസിൽ ഇപ്പൊ ഇത് കണ്ടോ, ഈ കേസിൽ നമുക്ക് ഒരിക്കലും ഒരു ലൈനോ അല്ലെങ്കിൽ ഒരു പ്ലെയിനോ യൂസ് ചെയ്ത് ഇതിനെ ഇങ്ങനെ അല്ലെങ്കിൽ ഒരു 2D-യിലാണെങ്കിൽ ഇതിനെ നമുക്ക് ഒരു ലൈൻ യൂസ് ചെയ്ത് ഒരിക്കലും സെപ്പറേറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ അതിനെ നമ്മൾ നോൺ ലീനിയർ പറയാം. ഓക്കെ. സോ വി ഷുഡ് ഫൈൻഡ് സം നോൺ ലീനിയർ ഡിസിഷൻ ബൗണ്ടറീസ്. ഇപ്പൊ ഇങ്ങനെ ഒരു ഡിസിഷൻ ബൗണ്ടറി ആണെങ്കിൽ യു വിൽ ബി ഏബിൾ ടു ക്ലാസിഫൈ. ഓക്കെ. ബട്ട് ഒരു ലൈനോ അല്ലെങ്കിൽ ഒരു പ്ലെയിനോ യൂസ് ചെയ്ത് യു വിൽ നോട്ട് ബി ഏബിൾ ടു ക്ലാസിഫൈ. അപ്പം അങ്ങനെയുള്ളതിനെ നമ്മൾ നോൺ ലീനിയർലി സെപ്പറബിൾ എന്ന് പറയും. ദിസ് ഐ വിൽ കം ടു ദിസ് വൺ ലേറ്റർ. അതായത് സോഫ്റ്റ് മാർജിൻ ഹൈപ്പർപ്ലെയിൻ എന്ന് പറഞ്ഞാൽ അതായത് ഇത്രേ ഉള്ളൂ ഉദ്ദേശിക്കുന്നത്. നമ്മൾ പെർഫെക്റ്റ് ആയിട്ട് ക്ലാസിഫയറിനെ ബിൽഡ് ചെയ്യാൻ ശ്രമിക്കുന്നത്. നമ്മളിപ്പം സാധാ SVM പറയുമ്പോൾ നമ്മൾ ഇപ്പൊ ഇങ്ങനെയല്ലേ പറഞ്ഞേ, ഇവിടെയുള്ള എല്ലാ പോയിന്റ്സും ക്ലാസ് എയിൽ വരുന്നതും ഇവിടെയുള്ള എല്ലാ പോയിന്റ്സും ക്ലാസ് ബിയിലും വരുന്നതായിരിക്കും. സോ ദ ആക്യുറസി വിൽ ബി പെർഫെക്റ്റ്. അതായത് നിങ്ങൾക്ക് എറർ ഇല്ല. ഏത് കൊടുത്താലും കറക്റ്റ് ആയിട്ട് ക്ലാസിഫൈ അല്ലെങ്കിൽ നിങ്ങൾ ട്രെയിനിങ് സെറ്റിലുള്ള ഏതിനെയും കറക്റ്റ് ആയിട്ട് ക്ലാസിഫൈ ചെയ്യുന്ന ഒരു ഹൈപ്പർപ്ലെയിൻ ആണ് ഇതുകൊണ്ട്. പിന്നെ ടെസ്റ്റിംഗ് സെറ്റിലുള്ള വരുമ്പോൾ മേ ബി there may be errors, but if it is from the training set, your classifier will be perfectly classifying your classes into class A and B. Okay. ബട്ട് ഇനി ചില കേസിൽ ഇപ്പൊ നോൺ ലീനിയർലി സെപ്പറബിൾ അല്ലാത്ത കേസിലായാലും കുറച്ച് എറേഴ്സ് നിങ്ങൾ അലൗ ചെയ്യുവാണെങ്കിൽ, ഓക്കെ, അതായത് ചെറിയ ചെറിയ വേരിയേഷൻസ് കുഴപ്പമില്ല എന്നുണ്ടെങ്കിൽ യു ക്യാൻ ഗോ ഫോർ സോഫ്റ്റ് മാർജിൻ ഹൈപ്പർപ്ലെയിൻ. അപ്പൊ സോഫ്റ്റ് മാർജിൻ ഹൈപ്പർപ്ലെയിൻ എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ, സാധാ SVM തന്നെ, ബട്ട് അതിൽ കുറച്ച് എറേഴ്സ് ഒക്കെ നമ്മൾ അക്സെപ്റ്റ് ചെയ്യും, കുഴപ്പമില്ല എന്നുള്ളതിനാണ് ഇത്. If two classes are not linearly separable such that there is no hyperplane to separate them, we look for the one that incurs the least error. So perfect ആയിട്ട് ഒരു ഹൈപ്പർപ്ലെയിൻ കിട്ടിയില്ലെങ്കിലും ഏറ്റവും മിനിമം എറർ ഉള്ള ഹൈപ്പർപ്ലെയിൻ ഏതാണെന്ന് ചെക്ക് ചെയ്യും. ഓക്കെ, അവിടെ യൂസ് ചെയ്യുന്ന ഒരു കോൺസെപ്റ്റ് ആണ് സ്ലാക്ക് വേരിയബിൾസ്. ഓക്കെ, സ്ലാക്ക് വേരിയബിൾ നമ്മൾ എപ്സിലോൺ ടി എന്ന് പറയും. എപ്സിലോൺ ടി എന്ന് പറഞ്ഞാൽ ആ ഒരു വേരിയേഷൻ എത്രമാത്രം ഡീവിയേഷൻ, മാർജിനിൽ നിന്ന് എത്രമാത്രം ഡീവിയേഷൻ വന്നു എന്നുള്ളതാണ് സ്ലാക്ക് വേരിയബിൾ കൊണ്ട് മീൻ ചെയ്യാം. അപ്പൊ നമ്മൾ ഇക്വേഷൻ കുറച്ചും കൂടി റിലാക്സ് ആക്കും. റൈറ്റിംഗ് ഇൻറ്റു w.xt plus b equal to 1 minus epsilon t എന്നുള്ള ഫോമില്. ഇതിൽ ടി എന്ന് പറഞ്ഞാൽ ഓരോരോ ട്രെയിനിങ് വെക്ടേഴ്സ് ഓരോന്ന് എടുക്കുന്നതാണ് ഈ ടി എന്ന് റെപ്രസെന്റ് ചെയ്യുക കേട്ടോ. ടു ടൈപ്സ് ഓഫ് ഡീവിയേഷൻ ആൻഡ് ഇൻസ്റ്റൻസ് മേ ലൈ ഓൺ ദ റോങ് സൈഡ്. അപ്പൊ ഡീവിയേഷൻ അഗെയിൻ നമുക്ക് രണ്ട് തരത്തിൽ വരാം. ഒന്ന്, നമ്മുടെ ഇൻസ്റ്റൻസ് എൻറ്റയർലി പൊസിഷൻ മാറിപ്പോയി. ഓക്കെ, ആൻഡ് അപ്പൊ നമ്മൾ എന്താ പോസിറ്റീവ് ഉള്ളതിനെ നമ്മൾ നെഗറ്റീവ് എന്ന് ക്ലാസിഫൈ ചെയ്തു, അത് ഒരെറർ.
ഓക്കെ, അതായത് ഞാൻ ഈ ഒരു എക്സ് അതായത് ഇങ്ങനെയായിരുന്നു. സോറി, അതായത് പ്ലസ് മൈനസ് പോയിന്റ്സ് ആണ്. ആൻഡ് ദിസ് ഈസ് യുവർ ഫസ്റ്റ് മാർജിൻ കേട്ടോ. ഈ പോയിന്റ്സ് ആണെങ്കിൽ ഇപ്പൊ ഇതാണ് നിങ്ങളുടെ സപ്പോർട്ട് വെക്ടേഴ്സ് കേട്ടോ. ഇതൊരു സപ്പോർട്ട് വെക്ടർ, ഇതാണ് അടുത്ത സപ്പോർട്ട് വെക്ടർ അസ്യൂം ചെയ്യാം. അപ്പൊ ഇതാണ് നമ്മുടെ ഹൈപ്പർപ്ലെയിൻ ഇതിന്റെ കറക്റ്റ് നടുക്കോടെ പോകുന്ന പോലെ. ഇതാണ് യുവർ ഹൈപ്പർപ്ലെയിൻ അല്ലെങ്കിൽ നിങ്ങളുടെ സെപ്പറേറ്റിംഗ് ലൈൻ ഇതാണ്. ഹലോ, വിസിബിൾ അല്ലേ? സോറി സോറി, is it visible now? ഹലോ, കാണാവോ? ഓക്കെ, സോ ഞാൻ പറഞ്ഞ ഇത്രയേ ഉള്ളൂ. ഇതാണ് നിങ്ങളുടെ ഒരു സെറ്റ് ഓഫ് പോയിന്റ്സ്. ദിസ് യുവർ സെക്കൻഡ് സെറ്റ് ഓഫ് പോയിന്റ്സ് ആൻഡ് ദീസ് ആർ യുവർ മാർജിൻ. മാർജിനിലുള്ള ലൈൻസ് ആണ് ഇത്. ഓക്കെ, ഇത് H1ഉം ഇത് H2 ആണെന്ന് വെക്കുക. ആൻഡ് ദിസ് ഈസ് യുവർ ബസ് സെപ്പറേറ്റിംഗ് ഹൈപ്പർപ്ലെയിൻ. ഓക്കെ, അപ്പം ഈ ഡിസ്റ്റൻസിനെ നമ്മൾ മാർജിൻ എന്ന് പറയാന്ന് പറഞ്ഞു. ഓക്കെ, ഈ നമ്മൾ പറഞ്ഞത് രണ്ട് തരത്തിൽ, അതായത് നമ്മൾ ചെറിയ എറേഴ്സ് പെർമിറ്റ് ചെയ്യാന്ന് പറഞ്ഞു. സോഫ്റ്റ് മാർജിൻ ഹൈപ്പർപ്ലെയിൻസിലാണെങ്കിൽ നമ്മൾ പെർഫെക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് ഒരു ക്ലാസിഫയറിനെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റില്ല. ബട്ട് യു വിൽ ട്രൈ ടു ഫൈൻഡ് ഔട്ട് ദോസ് ഹൈപ്പർപ്ലെയിൻസ് വിച്ച് ഗിവ് യു ദ ലീസ്റ്റ് എറർ. അപ്പൊ കുറച്ച് എറർ നമ്മൾ പെർമിറ്റ് ചെയ്യും. ഓക്കെ, ഇനി ആ എറർ തന്നെ രണ്ട് തരത്തിൽ വരാം, അല്ലെങ്കിൽ മിസ് ക്ലാസിഫിക്കേഷൻ തന്നെ രണ്ട് തരത്തിൽ വരാം. അതായത് ആൻ ഇൻസ്റ്റൻസ് മേ ലൈ ഓൺ ദ റോങ് സൈഡ് ഓഫ്, അതായത് ഒരു പോസിറ്റീവ് വാല്യൂ ഇവിടെ വരുവാന്ന് വെച്ചു. ഒരു പോസിറ്റീവ് വാല്യൂ ഇവിടെ വരുവാണ് ആൻഡ് ദിസ് ഈസ് യുവർ ഹൈപ്പർപ്ലെയിൻ. അങ്ങനെയാണെങ്കിൽ ആ ക്ലാസിഫിക്കേഷനെ തെറ്റില്ലേ? ഹൈപ്പർപ്ലെയിന്റെ ഇങ്ങോട്ടുള്ളതിനെ നമ്മൾ മൈനസും ഇങ്ങോട്ടുള്ളതിനെ പ്ലസും അല്ലേ ക്ലാസിഫൈ ചെയ്യുള്ളൂ. ബട്ട് ഇഫ് എ പോസിറ്റീവ് പോയിന്റ്സ് കം ഹിയർ, അങ്ങനെയാണെങ്കിൽ അതിന്റെ മിസ് ക്ലാസിഫിക്കേഷൻ ആണ്. ഓക്കെ, അതാണ് ഒരു ഫസ്റ്റ് കേസ്. സെക്കൻഡ് കേസ്, അത് പോസിറ്റീവ് പോയിന്റ് വന്നത് ഇവിടെയാണെന്ന് വെക്കുക. അതായത് ഇതാണ് നമ്മൾ സപ്പോർട്ട് വെക്ടർ ആയിട്ട് എടുത്തത്. ബട്ട് എ പോസിറ്റീവ് പോയിന്റ്സ് കംസ് ഇൻസൈഡ് യുവർ മാർജിൻ. അതാണ് സെക്കൻഡ് കേസ്. ഓക്കെ, മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ, അതാണ് രണ്ട് തരത്തിലുള്ള ഡീവിയേഷൻ. ഇപ്പൊ സോഫ്റ്റ് എറർ എന്ന് പറഞ്ഞാല് സിഗ്മ ടി എപ്സിലോൺ, അതായത് ഈ ടി എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ ട്രെയിനിങ് സെറ്റിലുള്ള ഓരോരോ പോയിന്റ്സ്. ഇപ്പൊ ട്രെയിനിങ് സെറ്റിൽ n വാല്യൂസ് ഉണ്ടെങ്കിൽ n ഫീച്ചേഴ്സ് അല്ല, ട്രെയിനിങ് സെറ്റ് നമ്മൾ ട്രെയിനിങ് സെറ്റ് ഇങ്ങനെ കൊടുക്കുമല്ലോ, x1 x2 അതിന്റെ കറസ്പോണ്ടിങ് y. ഓക്കെ, അപ്പൊ ഇവിടെ 0 1 അല്ലെങ്കിൽ ഇവിടെ ഉള്ള വാല്യൂസ്. അപ്പം ഇത് കുറെ ട്യൂപ്പിൾസ് ഉണ്ടാവുമല്ലോ. ആ നമ്പർ ഓഫ് ട്യൂപ്പിൾസ് ആണ് ടി എങ്കിൽ ഇറ്റ് വിൽ ബി സിഗ്മ ടി എപ്സിലോൺ ടി. ഓക്കെ, എപ്സിലോൺ ടി എന്ന് പറഞ്ഞാൽ ഒരെണ്ണം എടുക്കുമ്പോൾ ഉള്ള ഡീവിയേഷൻ ആണ് എപ്സിലോൺ ടി. ഓക്കെ, ആദ്യത്തെ പോയിന്റ് ക്ലാസിഫൈ ചെയ്തപ്പോൾ എത്രമാത്രം എറർ വന്നു, സെക്കൻഡ് പോയിന്റ് ക്ലാസിഫൈ ചെയ്തപ്പോൾ എത്രമാത്രം എറർ വന്നു, അങ്ങനെ ടോട്ടൽ എറർ ആണ് സോഫ്റ്റ് എറർ എന്ന് പറഞ്ഞാൽ സിഗ്മ ടി എപ്സിലോൺ ടി. ഓക്കെ, സോ ദാറ്റ് ഈസ് സോഫ്റ്റ് മാർജിൻ ഹൈപ്പർപ്ലെയിൻ. സോ നോൺ ലീനിയർലി സെപ്പറബിൾ ആണെങ്കിൽ ഐദർ യു ക്യാൻ യൂസ് സോഫ്റ്റ് മാർജിൻ, അതായത് കുറച്ച് എററൊക്കെ കുഴപ്പമില്ല, സഹിക്കാൻ പറ്റും എന്നുള്ള അല്ലെങ്കിൽ ടോളറേറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ള രീതിയിലാണെങ്കിൽ യു ക്യാൻ ഗോ ഫോർ സോഫ്റ്റ് മാർജിൻ ഹൈപ്പർപ്ലെയിൻസ്. ഓക്കെ, ഇനി അല്ല പെർഫെക്റ്റ് ആയിട്ട് ക്ലാസിഫൈ ചെയ്യണം. ഇപ്പൊ നോൺ ലീനിയർലി സെപ്പറബിൾ ആണെങ്കിലും ഇഫ് യു വാണ്ട് ടു ക്ലാസിഫൈ യുവർ ഡേറ്റ പെർഫെക്റ്റ്ലി then you will be going for another method. അവിടെയാണ് നമ്മൾ ഈ കേർണൽ ഫങ്ഷൻസ് ഒക്കെ ആക്ച്വലി യൂസ് ചെയ്യുന്നത്. ഓക്കെ, സോ SVM വരുമ്പം ഇപ്പം ഇതൊരു എക്സാമ്പിൾ. ഇതിനകത്ത് ഡേറ്റ പോയിന്റ്സ് നിങ്ങൾക്ക് കാണാമല്ലോ അല്ലെ, ഈ 4 കോർണറിലും ഓരോ ഡേറ്റ പോയിന്റ്സ് ഇരിപ്പുണ്ട്. ഓക്കെ, അപ്പം ഇത് ഞാൻ പ്ലോട്ട് ചെയ്തേക്കുന്നത് ഇത് എക്സും ഇത് വൈയും ആണ് കേട്ടോ. എക്സും വൈ, അതായത് ഫസ്റ്റ് ഫീച്ചർ എക്സും വൈ എന്നുള്ള ഔട്ട്പുട്ട് അല്ല, സെക്കൻഡ് ഫീച്ചർ അല്ലെങ്കിൽ കൺഫ്യൂഷൻ വേണ്ട, x1 x2 ആണ് ഞാൻ പ്ലോട്ട് ചെയ്തേക്കുന്നതെങ്കിൽ ഇതിനെ എനിക്ക് ഒരു തരത്തിലും ഒരു ലൈൻ വെച്ച് സെപ്പറേറ്റ് ചെയ്യാൻ പറ്റില്ല അല്ലെ. ഈ രണ്ട് കോർണറിലും എക്സ് ഉണ്ട്, ഈ രണ്ട് കോർണറിലും സർക്കിൾ ഉണ്ട്. അപ്പം ഐ എം നോട്ട് ഏബിൾ ടു ക്ലാസിഫൈ ദം യൂസിങ് എ ലൈൻ. ഇത് 2D പോയിന്റ് ആണ്, രണ്ട് ഫീച്ചേഴ്സേ ഉള്ളൂ, x1 x2 അല്ലെങ്കിൽ എക്സും വൈയും രണ്ട് ഫീച്ചറേ ഉള്ളൂ. ഐ എം നോട്ട് ഏബിൾ ടു ക്ലാസിഫൈ ദം യൂസിങ് എ ലീനിയർ
ക്ലാസിഫൈ. ഓക്കെ, സോ വാട്ട് വി വിൽ ഡു, നമ്മൾ പറഞ്ഞ ഒരു സൊല്യൂഷൻ എന്തായിരുന്നു, നമുക്ക് അതിനൊരു ഹയർ ഡയമെൻഷനിലേക്ക് കൺവേർട്ട് ചെയ്താൽ യു മേ ബി ഏബിൾ ടു ക്ലാസിഫൈ ദം യൂസിങ് എ ലീനിയർ ക്ലാസിഫൈ. ഓക്കെ, സോ ഈ കേസിൽ യു ക്യാൻ സി വി ആർ കൺവേർട്ടിംഗ് ദം ഇൻ ടു എ ഹയർ ഡയമെൻഷൻ. സെക്കൻഡ് ഫിഗർ നോക്കുക. സെക്കൻഡ് ഫിഗറിൽ നമ്മൾ 3 വാല്യൂസ്, അതായത് എക്സും വൈയും തന്നെ അതിന്റെ ഒരു പ്രൊഡക്റ്റും കൂടി ഒന്ന് മാപ്പ് ചെയ്തു, പ്ലോട്ട് ചെയ്തു. അപ്പൊ ഒരു ആക്സിസിൽ എക്സ് എടുത്തു, അടുത്ത ആക്സിസിൽ വൈ എടുത്തു, അടുത്ത ആക്സിസിൽ എക്സ് വൈ എന്നുള്ള വാല്യൂ നമ്മൾ പ്ലോട്ട് ചെയ്തു. ഓക്കെ, സോ ദെൻ യു ക്യാൻ സി യുവർ പോയിന്റ്സ്. ഇതുണ്ടോ, ഇതാണ് നിങ്ങളുടെ ഡിസിഷൻ അല്ലെ ബൗണ്ടറിയിലുള്ള പോയിന്റ്സ്. ക്രോസ് എല്ലാം ഇവിടെയും, സർക്കിൾ എല്ലാം അതർ സൈഡ്. സോ നൗ യു ആർ ഏബിൾ ടു ക്ലാസിഫൈ യൂസിങ് എ ഹൈപ്പർ പ്ലെയിൻ, ഓർ യു ആർ ഏബിൾ ടു ക്ലാസിഫൈ യൂസിങ് എ പ്ലെയിൻ. ഒരു പ്ലെയിൻ വെച്ചിട്ട് നിങ്ങൾക്ക് ഇതിനെ 3D യിലേക്ക് കൺവേർട്ട് ചെയ്ത്, 2D യിൽ ഇതിനെ ലൈൻ വെച്ച് സെപ്പറേറ്റ് ചെയ്യാൻ പറ്റിയില്ല. ബട്ട് വെൻ യു മാപ്പ് ദിസ് വൺ ടു 3D, 3D എന്ന് പറഞ്ഞാൽ ഈ ഒരു എക്സ് വൈന്ന് തന്നെ പുതിയ ഫീച്ചേഴ്സ് കണ്ടു എക്സ്ട്രാക്ട് ചെയ്തു, ആ ഫീച്ചർ യൂസ് ചെയ്ത് അതിനെ കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ നൗ യു ആർ ഏബിൾ ടു ക്ലാസിഫൈ ദം യൂസിങ് എ പ്ലെയിൻ. ഓക്കെ, സോ നൗ ഇറ്റ് ഈസ് ലീനിയർലി സെപ്പറബിൾ. മനസ്സിലാവുന്നുണ്ടോ പറയുന്നത്? ഇപ്പം ഇതിന് നോക്കിക്കേ, ഈ ഒരു പ്ലെയിനിന് മേളിലേക്കുള്ള പോയിന്റ്സ് എല്ലാം സർക്കിളിനും താഴേക്കുള്ള പോയിന്റ്സ് എല്ലാം ക്രോസിനും ഐ ക്യാൻ ക്ലാസിഫൈ. സോ ഈ ഒരു മെത്തേഡാണ് നമ്മൾ നോൺ ലീനിയർലി സെപ്പറബിൾ പോയിന്റ്സിന്റെ കേസിൽ യൂസ് ചെയ്യുക. സോ വി ഒബ്റ്റെയിൻ എ നോൺ ലീനിയർ SVM ബൈ എക്സ്റ്റെൻഡിങ് ദ അപ്രോച്ച് ഫോർ ലീനിയർ SVM. അതായത് ട്രാൻസ്ഫോം ദ ഒറിജിനൽ ഇൻപുട്ട് ഡാറ്റ ടു എ ഹയർ ഡയമെൻഷണൽ സ്പേസ് യൂസിങ് എ നോൺ ലീനിയർ മാപ്പിംഗ്. ഒരു നോൺ ലീനിയർ മാപ്പിംഗ് യൂസ് ചെയ്തിട്ട് അതിനെ ഒരു ഹയർ ഡയമെൻഷൻ സ്പേസിലേക്ക് കൺവേർട്ട് ചെയ്യും. ട്രാൻസ്ഫോം ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മൾ സാധാ SVM ൽ എങ്ങനെയാണോ ചെയ്യുന്നത് അതുപോലെ തന്നെ വിൽ ഫൈൻഡ് ഔട്ട് ദ ഇക്വേഷൻ ഫോർ യുവർ ഹൈപ്പർപ്ലെയിൻ. Hyperplane equation. So the maximum marginal hyperplane found in the new space corresponds to a non-linear separating hypersurface in the original space. അപ്പം ഈ ഒരു ഹയർ സ്പേസിൽ നിങ്ങൾ സെപ്പറേറ്റിംഗ് പ്ലെയിന്റെ ഇക്വേഷൻ കണ്ടുപിടിക്കുമ്പം അത് കറസ്പോണ്ടിങ് ഇതിന് ഇവിടെ ഒരു നോൺ ലീനിയർ ഫംഗ്ഷന്റെ ഇക്വേഷൻ ആയിട്ട് വന്നോളൂ അത്. ഓക്കെ, സോ ദാറ്റ്സ് ഇറ്റ്. SVM works for non-linear separable. ഈ ഒരു കേസിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഫങ്ഷൻസ് ആണ് കേർണൽ ഫങ്ഷൻസ്. ഓക്കെ, അപ്പം അത്രയും ക്ലിയർ ആണോ? എന്താ നോൺ ലീനിയർ SVM ൽ വർക്ക് ചെയ്യുന്നത് എങ്ങനെയാന്ന് വരെ മനസ്സിലായോ? ഹലോ, മടുത്തോ? എല്ലാവരുടെ വോയിസ് പോയി തുടങ്ങിയല്ലോ. ആകെ ഒരാളെ കേൾക്കുന്നുള്ളൂ ഈ പറയുന്നല്ല, ബാക്കിയുള്ളവരൊക്കെ ഉണ്ടോ? ഉണ്ട് മിസ്. ഓക്കെ, ഞാൻ ഈ പറയുന്നത് എന്തേലും മനസ്സിലാവുന്നുണ്ടോ?